ഒരു സന്യാസിനിയുടെ ശവസംസ്കാര ചടങ്ങാണ്. മാലാഖയെ പോലെ കിടക്കുന്നു ആ സന്യാസിനി. ആരാണ് ആ സന്യാസിനി? നിങ്ങൾക്ക് പറയട്ടെ. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വെള്ളി നക്ഷത്രം. മാമലകപ്പുറത്ത് മലകപ്പെട്ടു മലയാളിൽ ഒരു നാടുണ്ട്, അതിൽ കുടമാളൂരെന്നൊരു നാമമുണ്ട്. ഈ മനോഹര നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് മുണ്ടത്തുപാടം. ഈ കുടുംബത്തിൽ 1910 ആഗസ്റ്റ് മാസം മകം നക്ഷത്രത്തിൽ ഒരു ഓമന പുത്രി പിറന്നു. അവളുടെ പേരാണ് അന്നക്കുട്ടി. മുട്ടത്ത് പാടത്തെ മുത്താളുടി എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടുന്നില്ല. അന്നക്കുട്ടിക്ക് 3 മാസമായപ്പോഴേക്കും അവളുടെ സ്നേഹവതിയായ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ കുടുംബത്തിന്റെ സങ്കടം കണ്ട് അവളുടെ പേരമ്മ ആ കൈകുഞ്ഞുമായി മുട്ടച്ചിറയിലെ മുരിക്കൻ ഭവനത്തിലേക്ക് യാത്രയായി. കുടമാളൂരിൽ ജനനം, മുട്ടച്ചിറയിലെ ബാല്യം, ആരിലും ആരിലും കൗതുകമുണർത്തി അന്നക്കുട്ടി പിച്ച വെച്ച് നടന്നു. ആരിലും ആരിലും കൗതുകമുണർത്തി അന്നക്കുട്ടി പിച്ച വെച്ച് നടന്നു. കാലങ്ങൾ കടന്നുപോയി. അന്നക്കുട്ടിയെ പള്ളിക്കൂടത്തിൽ ചേർക്കേണ്ട പ്രായമായി. അവളുടെ അപ്പൻ അവളെ തിരികെ കൂട്ടിക്കൊണ്ടുപോയി. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ആ ചുവന്ന പാവാടയിട്ട് ലക്ഷ്മിക്കുട്ടിയായിരുന്നു അന്നക്കുട്ടിയുടെ ഉറ്റ സുഹൃത്ത്. അവൾക്ക് എന്നും പ്രിയങ്കരിയായിരുന്നു അവളുടെ വല്യമ്മച്ചി. വാത്സല്യവതിയായ വല്യമ്മച്ചി അവൾക്ക് പാട്ടും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്തു. എപ്പോഴും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പാവങ്ങളെ നിന്ദിക്കരുത്, വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെയാവണം. ആരാണ് ഈ കൊച്ചുത്രേസ്യ? ആ കൊച്ചു മനസ്സിന് കൗതുകമായി. അങ്ങനെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെയാവാൻ അവൾ ആഗ്രഹിച്ചു. അതിനാൽ അവൾ പ്രാർത്ഥിച്ചു. അതിനാൽ അവളുടെ വല്യമ്മ അവളെ മുട്ടച്ചിറയിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വിവാഹാലോചനകൾ തകൃതിയായി നടത്തുകയാണ്. ഇതൊന്നും കണ്ടിട്ടും അന്നക്കുട്ടിയുടെ മനസ്സ് മാറിയില്ല. അവൾ പേരമ്മയോട് കേടപേക്ഷിച്ചു. എനിക്ക് വിവാഹമൊന്നും വേണ്ട. എന്നാൽ പേരമ്മ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. ഞാൻ നിന്നെ പാർട്ടി വളർത്തിയില്ലെങ്കിൽ എന്റെ തീരുമാനം ഞാൻ നടപ്പിലാവും. ഒരു ഞെട്ടലോടെയായിരുന്നു അന്നക്കുട്ടി അത് കേട്ടത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വിഷമിച്ചു. തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ, വിവാഹം മാറിയിരുന്നുവെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. മറ്റൊന്നും അവൾ ചിന്തിച്ചില്ല. അവളുടെ കാൽപ്പാലം പകരം കത്തി എന്ന സ്ഥലത്തിലേക്ക് അവൾ വെച്ചു. കുറച്ച് വേദന സഹിച്ചാലും എന്റെ ഈശോയ്ക്ക് വേണ്ടി എനിക്കിത് സാധിക്കും. ഇതിലും എത്രയോ വലിയ വേദനയാണ് ഈശ്വരനാഥൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ സഹിച്ചത്. ആ വേദനയിലും അവൾ പ്രാർത്ഥിച്ചു. ഒടുവിൽ അന്നക്കുട്ടിയുടെ ആഗ്രഹം സഫലമായി.
സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി. സ്നേഹത്തോട് ക്ഷമയോടെ പെരുമാറ്റം സിസ്റ്റർ അൽഫോൻസയെ കുട്ടികൾക്ക് പ്രിയങ്കരിയാക്കി. അപ്പോൾ മുമ്പിൽ നിന്ന് കുസൃതിക്കുട്ടൻ അൽഫോൻസാമ്മയോട് പറഞ്ഞു, ടീച്ചർ വളരെ സുന്ദരിയാണ്. അപ്പോൾ അൽഫോൻസാമ്മ കുട്ടികളോട് പറഞ്ഞു, മനുഷ്യൻ നോക്കുന്നത് ബാഹ്യ സൗന്ദര്യത്തിലാണ്, എന്നാൽ ദൈവം നോക്കുന്നത് ഹൃദയ സൗന്ദര്യത്തിലും. തനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കുട്ടികളെ പഠിപ്പിക്കുവാൻ അൽഫോൻസാമ്മ മറന്നില്ല. അൽഫോൻസയെ ഓപ്പറേഷൻ വിധേയയാക്കി. ക്ഷീണവും വേദനയും വരുമ്പോൾ അൽഫോൻസാമ്മ ഇങ്ങനെ പറയും, കുരിശിക്കുന്ന ഈശോയ്ക്ക് കയ്യോ കാലോ മെയ്യോ ഒന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഒരു കിഴക്കോ തലയുടെയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ പരിപാലിക്കാൻ എത്രയോ ആൾക്കാരുണ്ട്. യേശുനാഥൻ അനുഭവിച്ച വേദന ഓർക്കുമ്പോൾ എന്റെ വേദന എത്രയോ നിസ്സാരം. കാലങ്ങൾ കടന്നുപോയി. 1946 ജൂലൈ മാസം 28-ാം തീയതി അൽഫോൻസാമ്മ ഈ ലോകത്തോട് വിടവന്നു. സഹോദരരെ, നമുക്കിനി ആ ദേവാലയത്തിലേക്ക് തിരിച്ചു പോകാം. ആ ദിവ്യാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കാം. അതാ ശ്രദ്ധിക്കും, ബഹുമാനപ്പെട്ട റോമാനസ് അച്ഛനും വടക്കേലിസുമല്ലേ ആ വരുന്നത്. റോമാനസ് അച്ഛൻ ചരമപ്രസംഗം പറഞ്ഞു. അൽഫോൻസാമ്മയുടെ ആദ്യ ഗുരുവായിരുന്ന റോമാനസ് അച്ഛന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. 2008 ഒക്ടോബർ മാസം 12-ാം തീയതി ബെനഡിക്ട് 14-ാം മാർപ്പാപ്പ അൽഫോൻസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അങ്ങനെ വെള്ളി നക്ഷത്രമായി. ഭാരതത്തിന് മാത്രമല്ല, ഈ ലോകം മുഴുവൻ വെള്ളി നക്ഷത്രം. ലോക ജനതയോടൊപ്പം നമുക്ക് അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കാം.